എടോ ആ മൂന്നര വിളിക്കേ. എന്താ കാര്യം? പന്തക്കൽ ലാസറേട്ടന് ഒരു സാധനം തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എവിടാ സാധനം? എടാ മുകുന്ദോ, ആ പന്തക്കൽ ലാസർ എന്തോ സാധനം കൊടുത്ത് അയച്ചിട്ടുണ്ടെന്ന്. അവിടുന്ന് എടുക്കാൻ മറന്നുപോയ വല്ല ചട്ടിയോ കലവോ അമ്മിക്കല്ലോ വല്ല ആയിരിക്കും. വീടിന്റെ വേലിക്കല്ലും മൂലക്കല്ലും വരെ എടുത്തവരാ. ഇനി പമ്മിക്കല്ലും കൊടുത്തു വിടാൻ പോണേ. ചെന്ന് തുറക്ക്. ഇതെന്തൊരു സാധനം? ഇത് ഈ പരുവത്തിലായോ മുകുന്ദോ? ഇത് നമ്മുടെ കുസുമകുമാറാണല്ലോ. കുസുമകുമാരാ, അളി ഇതെങ്ങനെ ലാസറിന്റെ ഇടയ്ക്ക് കയറി? കയറിയതല്ലേ, അവര് കയറ്റി വെച്ചതാ. ഞാൻ നമ്മുടെ വീട്ടിൽ ചെന്നപ്പോ വീട്ടിലാരുമില്ല. ഇന്നലെ മാത്രം കട്ടിലിൽ മൂടി പുതച്ച് കിടക്കുന്നു. എന്റെ ഭാര്യയല്ലേ, ആരും ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ കട്ടിലിൽ കയറി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മവും കൊടുത്ത്. അപ്പോഴാ അറിയുന്നത് അത് പന്തക്കൽ റാസ്കലിന്റെ ഭാര്യയാണ്. എന്നിട്ട് കരണക്കുറ്റി നോക്കി ഒരടി അടിച്ച്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പോവല്ലേ അളിയന്നില്ല, എന്തൊരടിയായിരുന്നു. എന്നെ കൊണ്ടേ പോവൂ. പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. കോഴിക്കോട് ആന്റണിയുടെ വർക്ക്ഷോപ്പിൽ ഒരു പണിക്കായിട്ടാൽ എന്നെ കൊണ്ടാക്കിയില്ലേ. ഞാൻ വിചാരിച്ചോലെ എന്നെ ആ പണി പോയി. അപ്പൊ അളിയന് പണിയുമായിട്ടാണ് വരവ്. വേണ്ട, വന്ന് വേറൊരു പണി. ഇനി ഇതേത് പുരുഷാണോ എന്തോ. നമ്മുടെ ഇന്ദുവിന് പറ്റിയ നല്ലൊരു ആലോചനയായിട്ട് വന്നത്. അതൊന്നും നടക്കില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പാങ്ങില്ലാഞ്ഞിട്ടാ. എവിടെ നിന്ന് എടുത്ത് നടത്താനാ? നീ ഒന്നും എടുക്കണ്ട, എല്ലാവരും എടുത്തോളും. സ്ത്രീധനത്തിലും പണത്തിലും ഒന്നും അവർക്ക് ഡിമാൻഡില്ല. നീ നിന്റെ പെങ്ങളെ അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ആ ചെറുക്കം വല്ല പൊട്ടനോ വട്ടനോ നാലാം കെട്ടുകാരനോ ആയിരിക്കും. വേലായുധേട്ടാ, ഇന്ദിരയുടെ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റി. ആ തെറ്റാണ് ഈ നിക്കണ ഫിറ്റ്. ഇന്ദുവിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതെനിക്ക് അറിയില്ലേ മൂന്താ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. ചെക്കൻ അച്ഛനില്ല, അതായത് തന്തയില്ലാത്തവൻ. കൊള്ളാം, ബെസ്റ്റ് ഫാമിലി. അതല്ല, ഒറ്റ മോനാ. ചെക്കന് ഫിനാൻസിങ്ങാ, നല്ല പെണ്ണായിരിക്കണം. ആ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. നടക്കുവോ വേലായുധേട്ടാ? ഓ, നടക്കുമെന്നോ? ദിവസം 4 കിലോമീറ്റർ ഓടുന്നവനാ. അതല്ല, അവർക്ക് ഇന്ദുവിന് ഇഷ്ടപ്പെടണേന്ന്. ഇന്ദുവിന് എന്താണ് ഒരു കുറവ്? ഒരു കുറവേ ഉള്ളൂ, ആ ഫാമിലിയിൽ ആരും പെറൂല. അളി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതിട്ടാ. പെരുപ്പിക്കണമെന്നോ? എക്സ്ക്യൂസ് മീ ബ്രദർ, ഈ ആണുങ്ങൾ പിന്നെ ഇന്നലെ ഞാൻ തന്നെ നാളത്തിന് പറ്റില്ലേ? പിന്നെ എന്നെ എവനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. നിനക്കതാ പറ്റിയത്. നേരത്തെ പറയണ്ടേ ബ്രദർ? എടാ മുകുന്ദ, ഇത് നടന്നാൽ നിന്റെ ഭാഗ്യവും അവളുടെ മഹാഭാഗ്യവും എന്നേ ഞാൻ പറയൂ. ഏതായാലും ചെക്കൻ വന്ന് പെണ്ണിനൊന്ന് കാണട്ടെ, ബാക്കി കാര്യം പിന്നെ തീരുമാനിക്കും. അതെ. ആരാ? സക്കീർ ഭായി ഒന്ന് കാണണം. എവിടെന്നാ? പറവൂർന്നാ. ബായ്, ഇത് ഷാജി. ഇപ്പൊ വന്നത്? ഞാനന്ന് ഫോണിൽ പറഞ്ഞിരുന്ന കാര്യം തീർക്കണമെന്ന് നിർബന്ധമാണോ? വേണം. ആ പന്നി എനിക്കിട്ട് ആ മാതിരി പണിയാ തന്നത്. നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ബ്ലേഡ് കമ്പനി നടത്തിയിരുന്നൊക്കെ. പിന്നെ എപ്പോഴാ കലിപ്പ് തുടങ്ങിയത്? അതവന്റെ അന്ത്യം എടുത്തപ്പോ 8 ബ്രാഞ്ചിലും കൂടി 2.5 കോടി ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് എല്ലാം കൂടി പൂട്ടിക്കെട്ടി മുങ്ങാനായിരുന്നു എന്റെ പ്ലാൻ. അപ്പോഴാ അവൻ എന്നെ ഒറ്റിയത്. അവനെ മൂക്കിപ്പഞ്ഞു വെച്ച് ചായ്ക്കണം. അതിനെന്ത് ചെലവ് വന്നാലും ഈ ഞാനേറ്റു. ഇതാണ് ആ കഴിവരുടെ മോൻ. പേര് മനോജ്. എന്റെ അഭിപ്രായം ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഇന്ദുവിനെ എനിക്കിഷ്ടായി. നിനക്കിപ്പോ സന്തോഷമായില്ലേ മൂന്താ? എനിക്കിഷ്ടായി. ഇത്ര ആവേശമൊന്നും വേണ്ടനെയാ. എന്റെ അനുഭവം കൊണ്ട് പറയണം. ഇവളുടെ മൂത്തതിന്, അതായത് എന്റെ ഭാര്യയെ ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ എനിക്ക് അനിയനേക്കാൾ ആവേശമായിരുന്നു. ലഡു മതി, ഷുഗർ ഉള്ളതാ. മനോജിന്റെ അമ്മയ്ക്ക് എന്റെ മോളെ കാണണ്ടേ? എന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. മാത്രമല്ല അമ്മയ്ക്ക് ഇത്ര ദൂരം ഒന്നും യാത്ര ചെയ്യാനും വയ്യ. അതെ, രണ്ടുപേർക്കും കണ്ട് ഇഷ്ടമായ സ്ഥിതിക്ക് 2 വാക്ക് സംസാരിച്ചും കൂടി ഇഷ്ടമായിക്കോട്ടെ. തിരുത്തി വെക്കല്ലേ ബ്രദർ, ഇരിക്കൂ. 2 വാക്ക് സംസാരിച്ചിട്ട് അവളോട് നിർബന്ധമായിട്ട് 1 വാക്ക് ചോദിക്കണം. അവള് പെറൂന്ന്. കാരണം എനിക്ക് പറ്റിയ അവസ്ഥ അനിയന് പറ്റരുത്, അതുകൊണ്ടാ. അളിയ ഒന്ന് വന്നേ. വിളിക്കുന്നു. എന്നെയല്ല, സ്വന്തം അളിയനെ. ചെല്ല്.
ആരും പോരുത്, ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം. വാ. അതെ, ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോ വേണ്ടപ്പെട്ടവര് മാറിക്കാൻ പാടില്ല. എന്താ അളിയാ അളിയാ, രഹസ്യം? ദൈവം കൊണ്ടുവന്ന ഈ ആലോചന അത് അളിയൻ കൊളാക്കരുത്. കോളമാക്കോളിയാ അളിയാ, ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ വർക്ക് ചെയ്യാത്ത ഏത് സാധനവും ഏത് കമ്പനി മാറ്റിത്തരും. ആ സ്ഥിതിക്ക് ഇന്നലെ തിരിച്ചെടുത്തിട്ട് ഇന്ദുവിനെ എനിക്ക് കെട്ടിച്ചെന്ന് എന്താ കുഴപ്പം? ഞാൻ കാല് പിടിക്കളിയാ. എന്നാ പിടിയിടാ കാലി. അവിടെ കിടക്ക്, തലയിലെ കെട്ടൊന്നിറങ്ങട്ടെ. പറവൂർ ഷാജിയുടെ കൊട്ടേഷനാണോ ഇത്? എല്ലാ നായന്റെ മോന്മാരോടും പറയാ, കാക്കി പന്നികളോട് ചുണ്ടോ നാവോ അനക്കിയ ഉറക്കം ഞാൻ എല്ലാത്തിനെ. എവിടെ? നീയാണോ മുകുന്ദൻ? അതെ സാർ. അവരെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? പറ്റും സാർ. എന്റെ കൺമുമ്പിലിട്ട് അവരവനെ വെട്ടിയത്. ഒരു വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങ്. ശരി സാർ. എന്നിട്ട് താൻ ഒരു കംപ്ലൈന്റ് പുട്ടപ്പ് ചെയ്യ്. ഓക്കെ സാർ. സാറേ അയക്ക് ബോധം വീണു. യെസ്, കം ഓൺ. മനോജന്റെ മൊഴിയെടുക്കാൻ CI സാർ വന്നേക്കണേ. ആർക്കെങ്കിലും നിങ്ങളോട് ശത്രുതയുണ്ടോ? ബിസിനസ്സിലോ പേഴ്സണലായിട്ടോ? എനിക്ക് ആരും ശത്രുക്കളില്ല സാർ. അപ്പൊ പിന്നെ ആരെന്തിനു തന്നെ കൊല്ലാൻ ശ്രമിച്ചു? എന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ആരുടെ പേരിലും എനിക്ക് ഒരു പരാതിയില്ല സാർ. എന്റെ മുമ്പിലിട്ടല്ല മനോജ് നിന്നെ അവര് വെട്ടിയത്. എന്റെ മോനെ ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അമ്മ എന്ത് ഈ പറയണേ? സാർ ഇവൻ. ലുക്ക് മിസ്റ്റർ മനോജ്, നിങ്ങൾ ആരെയും പേടിക്കണ്ട. ആരും ഇനി നിങ്ങൾ ഒന്നും ചെയ്യില്ല. സംശയമുള്ള ഒരാളുടെ പേര്, ഒരു എവിഡൻസ്, ബാക്കി ഞാൻ നോക്കിക്കോളാം. സർ, മനോജിന് പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് കൂടുതൽ ചോദ്യം ചെയ്ത് പേഷ്യന്റിനെ. ആരാടാ പുല്ല നീയൊക്കെ പേടിക്കുന്നത്? നിന്നെ പോലുള്ള ബീരുക്കളാ ഇന്നാട്ടിലെ ഗുണ്ടാപ്പടയെ വളർത്തി വലുതാക്കുന്നത്. അവനവനെ തന്നെ കൊല്ലാൻ നോക്കിയിട്ടും പ്രതികരിക്കാനോ പോലീസിനോട് സഹകരിക്കാൻ ധൈര്യമില്ലാത്ത നീയൊക്കെ ചത്ത അതാടാ നല്ലത്. നോക്കടാ, അവന്മാര് നിന്നെ വെട്ടി നുറുക്കി മുറ്റത്തിട്ടപ്പോ വാരിക്കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ജീവൻ രക്ഷിച്ചവനവൻ. നിന്നെ പോലെ പേടിച്ച് ഇവനും കൈയും കെട്ടി മാറി നിന്നിരുന്നെങ്കിലേ നീ ഇപ്പൊ പായിൽ കെട്ടിപ്പൊതിഞ്ഞ് ഇറച്ചി പരുവത്തിൽ മോർച്ചറി കിടന്നേനെ. സാർ, ബോധമില്ലാതെ അവൻ എന്തോ പറയാ. താൻ പോടോ, തനിക്ക് മാത്രം എന്താ അത്ര കഴപ്പ്? നീയും ഞാനും ഒന്ന് വിചാരിച്ചാൽ ഈ നാട് നന്നാവത്തില്ല. പോടോ. അയ്യോ എന്റെ കൃഷ്ണ. അവർ പോയി. സാർ, ആ വെടിമറ സക്കീറാണ് ഇതിന്റെ പിന്നിലെന്നാണ് എന്റെ ബലമായ സംശയം. അവിടെ കിടക്കുന്നവന്റെ വാരിയല് നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചാൽ അവൻ സത്യം പറയും സാർ. എന്നിട്ട് വേണം ഞാൻ സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ നിന്ന് ഫ്ലൂട്ട് പോകാൻ. അതും ശരിയാ സാർ. അവന് പരാതിയില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിനി എന്താ ചെയ്യാ? യൂണിഫോം അഴിച്ചു വെച്ചിട്ട് കൂട്ടി കൊടുക്കാൻ പോണം. ആ പണിയെങ്കിൽ അന്തസ്സോടെ ചെയ്യാലോ. ഹലോ, ശരി സാർ. ഓക്കെ സാർ. എന്താ സാർ ഒരു വ്യാകുലത?
എനിക്ക് ട്രാൻസ്ഫർ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ട്രിവാൻഡ്രം ഡോഗ് സ്ക്വാഡിലേക്ക്. ഷിറ്റ്. കഷ്ടം.